എൻ്റെ അടുത്ത് വരുന്ന ഒരുവിധപ്പെട്ട എല്ലാ ക്ലയൻസും പറയുന്ന ഒരു കാര്യം അടിമുടി ഒന്ന് മാറണം, ട്രാൻസ്ഫോർമേഷൻ എവിടുന്ന് തുടങ്ങണം എന്ന് പക്ഷെ അറിയത്തില്ല. സെൽഫ് ഡൗട്ട് ഭയങ്കരമായിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എന്താണെന്ന് അറിയുന്നില്ല. വെയിറ്റ് ലോസ് ചെയ്ത് നോക്കി, സ്കിൻ കെയർ ചെയ്ത് നോക്കി, ഡ്രസ്സിങ് കുറെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് സ്റ്റൈലൊക്കെ ചേഞ്ച് ചെയ്ത് നോക്കി, പക്ഷെ എന്തൊക്കെ ചെയ്തിട്ടും ആ വിചാരിച്ച ഒരു കാര്യത്തിലേക്ക് എത്താൻ പറ്റുന്നില്ല. അപ്പോൾ ആണ് എനിക്ക് മനസ്സിലാവുന്നത് നമ്മൾ നോർമലി ഉള്ള മോട്ടിവേഷൻ വീഡിയോസ് അല്ലെങ്കിൽ ഡ്രസ്സിങ് സ്റ്റൈലിന് വേണ്ടിയിട്ടുള്ള ടിപ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിനപ്പുറം കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും കൂടി ഇത്തരം സമയത്ത് അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. അത് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഇത്തരം കാര്യങ്ങൾ എന്തെങ്കിലും ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ശരിക്കും അതിനെപ്പറ്റി ഒന്ന് ആലോചിച്ച് നോക്കൂ. അത് മാറിയാൽ മാത്രമേ ശരിക്കുള്ള ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുകയുള്ളൂ, നിങ്ങൾക്ക് കോൺഫിഡൻസ് വരികയുമുള്ളൂ. സോ ഇന്നത്തെ വീഡിയോ അതാണ്. വെൽക്കം ബാക്ക് ടു വീണാസ് ഇൻ വെച്ചാൽ ഞാൻ വീണ, പ്രൊഫഷണൽ വൈസ് ഞാനൊരു സർട്ടിഫൈഡ് ഇമേജ് കൺസൾട്ടന്റ് ആൻഡ് പേഴ്സണൽ സ്റ്റൈലിസ്റ്റ് ആണ്. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഇമേജ് മേക്ക് ഓവേഴ്സോ സ്റ്റൈലിംഗ് സർവീസസോ സ്കിൻ കെയർ കൺസൾട്ടേഷൻസോ വേണമെന്നുണ്ടെങ്കിൽ എന്നെ റീച്ച് ഔട്ട് ചെയ്യാൻ മടിക്കേണ്ട. ഞാൻ എൻ്റെ ഇൻസ്റ്റാ ഐഡിയും അതോടൊപ്പം തന്നെ എൻ്റെ മെയിൽ ഐഡിയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ വേണ്ടവർക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ബോഡി ഡിസ്മോർഫിക് ഡിസോർഡർ ആണ്. ബോഡി ഡിസ്മോർഫിയ എന്ന് പറയും. ബോഡി ഡിസ്മോർഫിയ ഉള്ള ആൾക്കാർ എന്തൊക്കെ ചെയ്താലും നമ്മളുടെ ബോഡിയിൽ കോൺഫിഡന്റ് ആയിരിക്കത്തില്ല. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് തന്നെയാണ് നമുക്ക് എപ്പോഴും തോന്നിക്കൊണ്ടിരിക്കുക. അത് മറ്റുള്ളവർ പറയണം എന്ന് നിർബന്ധമില്ല, നമുക്ക് തന്നെ തോന്നും നമ്മുടെ ബോഡിയുടെ ചിലപ്പോൾ ഷേപ്പ് ശരിയല്ല, അല്ലെങ്കിൽ ഓവർ വെയിറ്റ് ആണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഭാഗം ശരിയല്ല, ഫേസിന്റെ ആണെങ്കിൽ കൂടി അത് പ്രപ്പോർഷനേറ്റ് അല്ല എന്ന് നിരന്തരം തോന്നിക്കൊണ്ടിരിക്കും. ഒരു ദിവസത്തിൽ ഒരു 10-20 തവണ ചിലപ്പോൾ കണ്ണാടിയിൽ നോക്കിയെന്ന് വരും. കണ്ണാടിയിൽ നോക്കുമ്പോൾ ഒക്കെ അവർക്ക് കൂടുതൽ നിരാശ ഉണ്ടാവും. അത്തരം സാധനങ്ങളിൽ ഫിക്സ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയുണ്ടാവില്ല. പെർഫെക്റ്റ് ബോഡി എന്ന് വിചാരിക്കുന്നത് വേറൊന്നായിരിക്കും. സോ ഈ ബോഡി ഡിസ്മോർഫിയ ഡിസോർഡർ ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അത്തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ള ആൾക്കാരാണോ നിങ്ങൾ സ്വയം ഒന്ന് ആലോചിച്ച് നോക്കുക. സാധാരണ ആൾക്കാരൊക്കെ നിങ്ങളെ കണ്ടിട്ട് പ്രത്യേകിച്ച് പ്രശ്നവും തോന്നുന്നില്ല, പക്ഷെ നിങ്ങൾക്ക് സ്വയം തോന്നിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ബോഡിയിൽ പ്രശ്നമുണ്ടെന്ന്, എന്ത് ചെയ്തിട്ടും ശരിയാവുന്നില്ല. അത് നിങ്ങളെ കൂടുതൽ ഡിപ്രഷനിലേക്ക് എത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബോഡി ഡിസ്മോർഫിയ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതൊരു സൈക്കോളജിസ്റ്റിന്റെ ഹെൽപ്പ് തേടുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അതിനുശേഷം ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഫൗണ്ടേഷൻ ഇട്ട് അത് ചെയ്യാവുന്നതാണ്. രണ്ടാമത്തത് അപ്പിയറൻസ് ആൻസൈറ്റി ആണ്. അപ്പിയറൻസ് ആൻസൈറ്റി ഈ ബോഡി ഡിസ്മോർഫിക് ഡിസോർഡർ എന്നതുപോലെ തന്നെ തോന്നാവുന്ന ഒരു കാര്യമാണ്, പക്ഷെ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. വ്യത്യാസം ഇൻ ദ സെൻസ് അപ്പിയറൻസ് ആൻസൈറ്റിയിൽ കൂടുതലായിട്ട് ഉണ്ടാവുക മറ്റുള്ളവർ നമ്മളെ എങ്ങനെ പെർസീവ് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ്. നമ്മൾ ഡ്രസ്സ് ഇടുമ്പോൾ അവരെങ്ങോട്ടാണ് ശ്രദ്ധിക്കുന്നത്, നമ്മളുടെ ഡ്രസ്സ് ഇടുന്ന സമയത്ത് അത് പെർഫെക്റ്റ് ആയിട്ടാണോ മറ്റുള്ളവർക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ നമ്മൾ മേക്കപ്പ് ചെയ്തത് ഓവറായിട്ടാണെന്ന് അവർക്ക് തോന്നുന്നുണ്ടോ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്ത് തോന്നുന്നു എല്ലാ കാര്യത്തിലും നമ്മളുടെ അപ്പിയറൻസിൽ എന്നുള്ളതനുസരിച്ചിട്ടാണ് അവരുടെ ഒരു സെൽഫ് ഇമേജ് തന്നെ ഇരിക്കുന്നുണ്ടാവും. അതിനെ സംബന്ധിച്ച് വരുന്ന ഒരു ആൻസൈറ്റിയാണ് ഈ അപ്പിയറൻസ് ആൻസൈറ്റി എന്ന് പറയുന്നത്. കേൾക്കുമ്പോൾ സാധാരണ ബോഡി ഡിസ്മോർഫിക് ഡിസോർഡർ പോലെ ഫീൽ ചെയ്യാമെങ്കിലും അപ്പിയറൻസ് ആൻസൈറ്റി കൂടുതലായിട്ടും അവനവനിലുള്ള കോൺഫിഡൻസ് ഇല്ലായ്മയല്ല, മറ്റുള്ളവർ എങ്ങനെ കാണുന്നു എന്നുള്ള കാര്യത്തിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകിയത് കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നമാണ്. അടുത്തത് പെർഫെക്ഷനിസം ആണ്. ചില ആൾക്കാർക്ക് BDDയോ അല്ലെങ്കിൽ ബോഡി ഡിസ്മോർഫിയോ അല്ലെങ്കിൽ ഈ അപ്പിയറൻസ് ആൻസൈറ്റി ഒന്നും ആയിരിക്കത്തില്ല പ്രധാന പ്രശ്നം, പെർഫെക്ഷനിസം ആയിരിക്കും. എനിക്ക് അതുപോലുള്ള ഒരു ഫ്രണ്ട് ഉണ്ട്. ആളെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഫീച്ചേഴ്സും ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. എനിക്ക് കുറച്ചൊക്കെ അതുണ്ട്, ബിക്കോസ് എന്നാലാണ് എനിക്ക് ബാലൻസ് പിടിയിട്ടുള്ളൂ എന്നുള്ളതുകൊണ്ട്. പക്ഷെ എന്നാലും ഈ ഒരു പെർഫെക്ഷനിസം മനുഷ്യനെന്ന് പറയുന്ന സ്വാഭാവികമായിട്ടും കുറേയധികം ഇംപെർഫെക്ഷൻസ് ഉള്ള ഒരാളാണ്. എല്ലാം പെർഫെക്റ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു യുണീക്നെസ് നഷ്ടപ്പെടും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഗോൾസ് ഒക്കെ വരുത്താം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ, പക്ഷെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ മാറണം എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. അതായത് പെർഫെക്റ്റ് ആയിരിക്കണം ബോഡി, പെർഫെക്റ്റ് ആയിരിക്കണം ഫേസ് ഷേപ്പ്, പെർഫെക്റ്റ് ആയിരിക്കണം ഫേഷ്യൽ ഫീച്ചേഴ്സ് എന്നൊക്കെ വിചാരിക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന് ഓവർകം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ സൈക്കോളജിക്കൽ ഹെൽപ്പ് തേടുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അതൊരു ട്രാൻസ്ഫോർമേഷൻ അല്ല നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ആ സെൽഫ് ഡൗട്ട് പോയാൽ മാത്രമേ യഥാർത്ഥ ട്രാൻസ്ഫോർമേഷൻ ശരിക്കും സംഭവിക്കുകയുള്ളൂ. അടുത്തത് OCD എന്ന് പറയും. OCD എങ്ങനെയാണ് ഈ ഒരു കാറ്റഗറിയിൽ വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ റെപ്പറ്റേറ്റീവ് ആയിട്ട് നമ്മളുടെ ചില കാര്യങ്ങൾ മാറ്റാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നോസിന്റെ ഷേപ്പ് കറക്റ്റ് അല്ല തോന്നിക്കൊണ്ടിരിക്കുകയാണ്, നമ്മളത് മാറ്റാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഇപ്പം മേ ബി കോൺടൂർ വെച്ചിട്ട് നമ്മൾ അതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും, അല്ലെങ്കിൽ അതിന്റെ സർജറിനെ പറ്റി ആലോചിക്കും, അല്ലെങ്കിൽ ആര് എന്ത് സാധനം പറഞ്ഞു കഴിഞ്ഞാലും ആദ്യം പറയുക ഓക്കെ എനിക്ക് അത് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ആരും അത് ചിലപ്പോൾ നോട്ടീസ് ചെയ്യുന്ന പോലും ഉണ്ടാവില്ല, പക്ഷെ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. റെപ്പറ്റേറ്റീവ് ആയിട്ട് അതിനെന്ത് ചെയ്യാൻ പറ്റും, അതിനെങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കും. ആൻഡ് ഓൾസോ ഈ പറഞ്ഞതുപോലെ എപ്പോഴും ഫേസിൽ ഇപ്പം മിറർ എടുത്തിട്ടാണെങ്കിലും മിററിന്റെ മുമ്പിൽ പോയി നിന്നിട്ടാണെങ്കിലും എപ്പോഴും റെഗുലർ ആയിട്ട് അത് റിപ്പീറ്റ് ചെയ്തിട്ട് ഇതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അതിനെയാണ് നമ്മൾ OCD എന്ന് പറയുന്നത് ഈ ഒരു കാറ്റഗറിയിൽ. അപ്പോൾ OCD ഉണ്ടെങ്കിലും നമുക്ക് അറിയാം OCD എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ നമ്മുടെ അതൊരു ഡിസോർഡർ ആയിട്ട് മാറുമ്പോൾ ലൈഫിനെ ബാധിക്കുന്ന രീതിയിൽ ബാധിക്കാൻ തുടങ്ങും, നമ്മുടെ കോൺഫിഡൻസിനൊക്കെ ബാധിക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മളതിനെ സീരിയസ് ആയിട്ട് കാണേണ്ടത്. അല്ലെങ്കിൽ ചെറിയ രീതിയിലൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല. ഇനി അടുത്തതെന്ന് പറയുന്നത് 2 തരത്തിലുള്ള ഈറ്റിംഗ് ഡിസോർഡർ ആണ്. അനോറക്സിയ നെർവോസ എന്ന് പറയുന്നതും ബുലീമിയ നെർവോസ എന്ന് പറയുന്നത് 2 തരത്തിലുള്ള ഈറ്റിംഗ് ഡിസോർഡർ ആണ്.
അതിൽ അനോറക്സിയ നെർവോസ എന്ന് പറയുന്നത് ഒന്നും കഴിക്കാതിരിക്കുന്നു, നമ്മുടെ ബോഡി കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്നും കഴിക്കാതിരിക്കും, ബോഡി വെയിറ്റ് വെക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ ഓവർ ഡയറ്റിങ്ങിൽ പോകുന്നു, അത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് അങ്ങനെ പോകുന്ന, അതിന് അത്രയും ഒബ്സസ്ഡ് ആയിരിക്കും ആ ഒരു കാര്യം. ഈ ബുലിമിയ നെർവോസ എന്ന് പറയുമ്പോൾ അതിൽ ഈ പറയുന്ന പോലെ നമ്മൾ എന്തെങ്കിലും ചില സമയത്ത് ബിഞ്ച് ഈറ്റിംഗ് പോലെയുള്ള ഈ കാര്യങ്ങളുണ്ടെങ്കിലും അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഭയങ്കരമായിട്ടുള്ള കുറ്റബോധം തോന്നും. എനിക്ക് പറയാനുള്ള കാര്യം, ഞാൻ വെയിറ്റ് ലോസിന്റെ ഒരു സമയത്ത് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കുറേ കാര്യങ്ങൾ ഇത് രണ്ടും മിക്സ്ഡ് അപ്പ് ആയിരുന്നു. എനിക്ക് ഈ രണ്ട് ഈറ്റിംഗ് ഡിസോർഡേഴ്സും ചെറിയ തോതിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ എന്നെ അത് കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളതാണ്. ബിക്കോസ് ഞാനത് ഒറ്റയ്ക്ക് നിന്ന് ആ ഒരു ടൈമിലാണ്, ടൈം പീരീഡിലായിരുന്നത് കൊണ്ട് തന്നെ അത് നോർമലി ആരെ അഫക്റ്റ് ചെയ്യുമോ അല്ലെങ്കിൽ ആരും അതിനെപ്പറ്റി ഒരു കമന്റ് പറയുമോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത് നോർമലി നമ്മളുടെ ഒരു സോഷ്യൽ സെറ്റപ്പിൽ, നമ്മളുടെ ഒരു ഫാമിലി സിസ്റ്റത്തിൽ നിന്നിട്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആവും, കുറച്ചും കൂടി ആൾക്കാർ അതിനെപ്പറ്റി ഇങ്ങനെ പറയാൻ തുടങ്ങും. ഇത്തരം കാര്യങ്ങളിലൊക്കെ ഡീൽ ചെയ്ത് പോകുക എന്നുള്ളത് ഭയങ്കര പാടാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങളെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് വെയിറ്റ് വെക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ പട്ടിണി കിടക്കുകയാണെങ്കിൽ, അങ്ങനെ ചെയ്ത് എന്തെങ്കിലും അസുഖം വരുത്തി വെക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഈ പറയുന്ന ഏതെങ്കിലും ഈറ്റിംഗ് ഡിസോർഡറിന്റെ കാറ്റഗറിയിലുള്ളവരായിരിക്കും. അപ്പോൾ അതിനെയും നമ്മൾ എങ്ങനെ ടാക്കിൾ ചെയ്യണം എന്നുള്ളത് നമ്മൾ ആദ്യം പഠിച്ചിട്ട് വേണം ട്രാൻസ്ഫോർമേഷനോ വെയിറ്റ് ലോസ് ജേണിയോ അങ്ങനെയുള്ള എന്താണെങ്കിക്കോട്ടെ ഇത് തുടങ്ങാൻ വേണ്ടി. അതല്ലെങ്കിൽ എന്താ പറ്റുക വെച്ചാൽ ഉള്ള ബാലൻസ് കംപ്ലീറ്റ് ആയിട്ട് പോകും. നമ്മൾ വിചാരിക്കുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് റിസൾട്ട് ആയിരിക്കും ഉണ്ടാവുക. നമ്മൾ വീണ്ടും അടുത്തൊരു സ്റ്റെപ്പ് വെക്കുന്ന സമയത്ത് പോലും ഫാമിലിയിൽ നിന്നുള്ള ആൾക്കാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും നമ്മൾ അന്ന് ചെയ്തതിന്റെ ആ ഒരു മണ്ടത്തരത്തെ കുറിച്ച്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് വളരെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്ത് അതിനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്ത് ഒരു തെറാപ്പി സീക്ക് ചെയ്തിട്ടാണെങ്കിലും എങ്ങനെ അതിനെ ടാക്കിൾ ചെയ്യാം എന്നുള്ള കാര്യം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം. അതായത് നിങ്ങൾക്കൊരു ബോഡി ട്രാൻസ്ഫോർമേഷൻ വേണമെങ്കിൽ അത് വളരെ ഈസി നിങ്ങൾക്ക് പറ്റുന്ന ഒരു കാര്യമേ ഉണ്ടാവുള്ളൂ. ഇത്രയും അധികം ടെൻഷൻ അടിക്കേണ്ട യാതൊരു ആവശ്യവും ചിലപ്പോൾ ഉണ്ടാകും. അടുത്തതാണ് എക്സോറിയേഷൻ ഡിസോർഡർ എന്ന് പറയുന്നത്. എക്സോറിയേഷൻ ഡിസോർഡർ വേറൊരു പേരിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സ്കിൻ പിക്കിംഗ് ഡിസോർഡർ എന്ന് പറയും. അതായത് ചിലപ്പോൾ ചില ആൾക്കാർക്ക് നിങ്ങൾ പിമ്പിൾസ് ഒക്കെ ഫേസിലുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടാവും, അതിങ്ങനെ അതിൽ തന്നെ നിങ്ങൾ തൊട്ടുകൊണ്ടിരിക്കും, അതിൽ തന്നെ അതിങ്ങനെ പിക്ക് ചെയ്തുകൊണ്ടിരിക്കും. അത് ഈ പറയുന്ന പോലെ ഒരു കൈൻഡ് ഓഫ് ഒരു ഡിസോർഡർ ആണ്. അത്തരമുള്ള കാര്യങ്ങളിൽ എപ്പോഴും അതിൽ കോൺഷ്യസ് ആയിട്ട് അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിലും അത് എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ എ പീരീഡ് ഓഫ് ടൈം സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ ഇൻസെക്യൂരിറ്റീസിനെ ഡെവലപ്പ് ചെയ്യുകയും സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫൈനൽ ഒരു കംപ്ലീറ്റ് ഒരു മേക്ക് ഓവറിലേക്ക് എത്താതിരിക്കുകയും ചെയ്യാൻ ഉണ്ടാവുന്ന ഒരു റീസൺ ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിലും നമ്മളതിനെ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അതൊരു ഡിസോർഡർ, ഈ പറയുന്ന എല്ലാ കാറ്റഗറിയിലും ഉള്ളത് ഡിസോർഡർ എന്ന് പറയുമ്പോൾ ഡെയിലി നമ്മുടെ ഡേ ടു ഡേ ലൈഫിനെ ബാധിക്കാൻ തുടങ്ങുമ്പോഴാണ് ഇത് ഡിസോർഡർ ആവുന്നത്. ഡിസോർഡർ ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡിസോർഡർ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ അതിനെ തെറാപ്പിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ സീക്ക് ചെയ്യേണ്ടതുള്ളൂ. അതല്ല കുറച്ച് ചെറിയ രീതിയിലൊക്കെ ഉള്ളതാണെങ്കിൽ, അത് മാനേജബിൾ ഒക്കെ ആണെങ്കിൽ ഈ ഒരു കാര്യം ഒന്നും കേട്ടിട്ട് പേടിക്കണം. ഇനിയിപ്പം ഞാൻ ഈ പറയുന്നത് കേട്ടിട്ട് കൺഫ്യൂഷൻ ആവുകയും വേണ്ട. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു എന്താ പറയുക റെപ്പറ്റേറ്റീവ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നു, അത് കാരണം സ്കിന്നിന് എന്തെങ്കിലും ഇഷ്യൂസ് വരുന്നുണ്ട്, അങ്ങനെയൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തെറാപ്പിസ്റ്റിനെ കാണുന്നത് നല്ലതായിരിക്കും. എന്ന് പറയുന്നത് കളറിസം ആൻഡ് സ്കിൻ ടോൺ ട്രോമ എന്നുള്ളതാണ്. ഇതും ഞാൻ ഈ പറഞ്ഞതുപോലെ പേഴ്സണലി ഞാൻ അത്രയും അനുഭവിച്ചിട്ടുള്ളൊരു കാര്യമല്ല. പക്ഷേ എനിക്ക് അറിയാവുന്ന ഒരുപാട് ആൾക്കാർക്ക് ഈ ഒരു ട്രോമ ഉള്ളതാണ്. അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും എത്രത്തോളം ഇൻ ഡീപ്പായിട്ടാണ് അത് കിടക്കുന്നതെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. ആൻഡ് പലപ്പോഴും എല്ലാ ആൾക്കാരും എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ ചിലപ്പോൾ ഈ ഗ്ലൂട്ടാത്തിയോൺ ടാബ്ലറ്റ്സിൻ്റെ ഇത് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ സ്കിൻ ബ്രൈറ്റനിങ്ങിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും അങ്ങനത്തെ പ്രോഡക്ട്സ് ചെയ്യുന്ന സമയത്തൊക്കെ ആൾക്കാർ ചോദിക്കാറുണ്ട്, അങ്ങനെയുള്ളൊരു കാര്യം ചെയ്യാതിരുന്നു കൂടെ, അങ്ങനെ ചോദിക്കാറുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് അത് ഇൻ റിയാലിറ്റിയിൽ വരുന്നൊരു കാര്യമാണ്. എൻ്റെ അടുത്ത് ഡയറക്റ്റ് വരുന്ന ക്ലയൻസിന് അവരുടെ ആവശ്യങ്ങളെ, അവരുടെ ഇൻസെക്യൂരിറ്റീസിനെ അഡ്രസ്സ് ചെയ്യാന്നുള്ളത്, അല്ലെങ്കിൽ അഡ്രസ്സ് ചെയ്യാതെ എന്തെങ്കിലും പൊളിറ്റിക്സ് പറഞ്ഞിട്ട് അതിനെ മാറ്റുക എന്നുള്ളതല്ല എൻ്റെ ജോലി. അതിനെ അഡ്രസ്സ് ചെയ്യുക, അവരെ ആ ഇൻസെക്യൂരിറ്റിയിൽ നിന്ന് മാറ്റിയെടുക്കുക, അവർക്ക് കോൺഫിഡൻസ് കൊടുക്കുക എന്നുള്ളതാണ്. അവരവരായിരിക്കാനുള്ള കോൺഫിഡൻസ് കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷേ ഈ സ്കിൻ ടോൺ ബേസ്ഡ് ആയിട്ടുള്ള ട്രോമാസ് ആണ് കൂടുതൽ ആൾക്കാർക്ക് ഉള്ളത്. ട്രോമ മാറണം എന്നുണ്ടെങ്കിൽ അവർക്ക് ആക്സെപ്റ്റൻസ് കിട്ടുകയും അവരെ മറ്റുള്ളവരെ പോലെ ട്രീറ്റ് ചെയ്യാൻ തുടങ്ങുകയോ ഒക്കെ ചെയ്യണം. സോ അത് ഈ പറയുന്ന പോലെ നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ഒരു കാര്യമല്ല. പക്ഷെ നിങ്ങളിൽ ആർക്കെങ്കിലും അങ്ങനത്തെ ഒരു കാര്യമുണ്ട്, അതിൻ്റെ പുറത്താണ് ഈ ഒരു ട്രാൻസ്ഫോർമേഷന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ, ഞാൻ ഒരിക്കലും അങ്ങനെയുള്ളൊരു ഗോൾ വെച്ചിട്ടല്ല എൻ്റെ ട്രാൻസ്ഫോർമേഷന് വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. എൻ്റെ ട്രാൻസ്ഫോർമേഷൻ്റെ കൂടെ വന്നിട്ടുള്ളതെല്ലാം എനിക്ക് എക്സ്ട്രാ ബോണസ് ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഒറ്റ കാര്യത്തിൽ ഫോക്കസ് ചെയ്തിട്ടാണ് അത് നോക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. സ്കിൻ ടോണിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഒരുപാട് ശ്രദ്ധിക്കേണ്ടതില്ല. സ്കിൻ ടോണിനെ അല്ലെങ്കിൽ സ്കിന്നിൻ്റെ ഓവറോൾ ഹെൽത്തിനെ, ആ ഓവറോൾ അപ്പിയറൻസിനെ കുറച്ചും കൂടി നന്നാക്കാൻ വേണ്ടി ശ്രമിക്കാം. ആ നന്നാക്കുന്നത് വഴി സ്കിന്ന് ചിലപ്പോൾ ബ്രൈറ്റ് ആവുകയും ചെയ്യും. അതല്ല സ്കിൻ ടോൺ ചേഞ്ച് ആക്കണം എന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് പലപ്പോഴും ഇത്ര എഫക്റ്റീവ് ആയിരിക്കില്ല. ചിലതൊക്കെ മണ്ടത്തരങ്ങളാവും. ഹൈഡ്രോക്യൂനിൻ പോലെയുള്ള പ്രോഡക്ട്സ് ഒക്കെ അല്ലെങ്കിൽ അങ്ങനത്തെ ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്ത് മുഖത്ത് തേക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളും കൂടി ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. അടുത്തത് നാർസിസ്റ്റിക് വൂണ്ടിങ് അറൗണ്ട് അപ്പിയറൻസ് എന്നുള്ളതാണ്. അതായത് നിങ്ങളിപ്പോൾ നിങ്ങളുടെ പാർട്ട്ണറോ നിങ്ങളുടെ ബോയ് ഫ്രണ്ടോ
ആരെങ്കിലും നാർസിസ്റ്റ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അവർ എപ്പോഴും നിങ്ങളെപ്പറ്റി തന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇമേജ് നിങ്ങൾ മോശമാണെന്നുള്ള ഒരു കാര്യമായിരിക്കും. അത് നിരന്തരം കേട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ സെൽഫായിട്ട് ഈ സാധനത്തിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങും. നമ്മുടെ രൂപത്തെ പറ്റിയുള്ളത്, ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് ആയിരിക്കും ഉണ്ടാവുക. അതാണോ എപ്പോഴും നടക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ എന്ന് നിങ്ങൾ ആലോചിക്കുക. അങ്ങനെ കുറേ ആൾക്കാരൊക്കെ അങ്ങനെയുള്ള എന്തെങ്കിലും ആൾക്കാർ പറയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പേരിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ നടത്തണം, ഇതാണ് എൻ്റെ അവസാനത്തെ ആശ്വാസം എന്നൊക്കെ പറഞ്ഞ് വരാറുണ്ട്. സോ അങ്ങനെയുള്ളവരോട് ഞാൻ പറയുന്നത്, അതിൽ നമ്മളായിരിക്കില്ല, നമ്മളുടെ ബോഡി ആയിരിക്കില്ല ഇതിനകത്ത് പ്രശ്നം ഉണ്ടാവുന്നത്. നമ്മളുടെ കൂടെ നിൽക്കുന്ന ആള് നാർസിസ്റ്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ എത്രത്തോളം നമ്മളുടെ നമ്മൾ എത്രത്തോളം അടിപൊളിയായിട്ട് നമ്മൾ ട്രാൻസ്ഫോം ചെയ്യാൻ നോക്കിയാലും അവർ നമ്മുടെ സെൽഫ് കോൺഫിഡൻസിനെ തകർത്തുകൊണ്ട് തന്നെ ഇരിക്കും. തിരിച്ചറിയുക എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയൊരു സ്റ്റെപ്പായിട്ട് എടുക്കേണ്ട ഒരു കാര്യം. അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഈസി ആയിരിക്കും. അടുത്തത് സോഷ്യൽ കമ്പാരിസൺ ആൻഡ് ഡിജിറ്റൽ ഐഡന്റിറ്റി ഡിസ്റ്റോർഷൻ എന്നുള്ളതാണ്. നമ്മളൊക്കെ ഇൻസ്റ്റഗ്രാമും യൂട്യൂബും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അതിൽ പലരുടെയും ഫ്ലോലെസ് സ്കിന്ന് കണ്ടിട്ട് അതുപോലെ ആക്കാൻ അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട്. എൻ്റെ ഉൾപ്പെടെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ പലപ്പോഴും ട്രൈ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണെന്ന് എനിക്കറിയാം. എപ്പോഴും എനിക്ക് പറയാനുള്ളൊരു കാര്യം, സ്കിന്നായിട്ട് തന്നെ ഇരിക്കുകയുള്ളൂ. ഗ്ലാസ് സ്കിൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കാണുന്ന സാധനം അത്രയും റിയൽ ആണെന്ന് ഞാൻ പറയുന്നില്ല. സ്കിന്നിൻ്റെ ഗ്ലോ ഉണ്ടാവും, സ്കിന്നിന് ഒരു ഫിനിഷ് ഉണ്ടാവും, ഭയങ്കര ഈവൻ ടോൺ ആയിരിക്കും, ഒരു ബ്രൈറ്റ്നെസ് ഉണ്ടാവും, ഓവറോൾ ഒരു ഗ്ലോ ഉണ്ടാവും എന്തെങ്കിലും പ്രൊഡക്റ്റ് കൊണ്ടും ഒക്കെ. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന ഗ്ലാസ് സ്കിൻ എന്ന് പറഞ്ഞൊരു സാധനം നോർമലി ഇല്ല. അത് മേ ബി ഹൈലൈറ്റേഴ്സ് വെച്ചിട്ടും സ്ട്രോപ്പ് ക്രീം തേച്ചിട്ടും അങ്ങനെയൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ അല്ലാത്തൊരു കാര്യമില്ല. 10 സ്റ്റെപ്പ് റുട്ടീനൊക്കെ എടുത്തിട്ട് നമ്മളത് ചെയ്തിട്ടും ഈ ഒരു എഫക്റ്റ് കിട്ടുന്നില്ലല്ലോ എന്നുള്ളതൊക്കെ സോഷ്യൽ മീഡിയയിൽ കാരണം ഉണ്ടാവുന്ന കുറേ കൺഫ്യൂഷൻസ് ഒക്കെയാണ്. സോ അത്തരം കാര്യങ്ങളും കൂടി ഐഡന്റിഫൈ ചെയ്യാൻ നോക്കുക. ഏതാണ് റിയൽ, ഏതാണ് അൺറിയൽ എന്നുള്ള കാര്യം നമ്മളെപ്പോഴും തിരിച്ചറിയാൻ വേണ്ടി നോക്കുക. ഞാൻ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ കാണുന്നത് ഒന്നും വിശ്വസിക്കരുത് എന്നല്ല. അങ്ങനെയും ചിലർ പറയാറുണ്ട്, ഒന്നും വിശ്വസിക്കരുത്. അങ്ങനെയല്ല, വിശ്വസിക്കണം, കുറേയൊക്കെ വിശ്വസിക്കണം. കാരണം കുറേയൊക്കെ സത്യവും കൂടിയാണ്. നമ്മളിതിൻ്റെ ബാലൻസ് കണ്ടുപിടിക്കണം എന്നുള്ളതാണ്. എന്തൊക്കെ വിശ്വസിക്കണം, എന്തൊക്കെ വിശ്വസിക്കരുത് എന്നുള്ള സാധനത്തിൻ്റെ ഇടയിൽ ഒരു ബാലൻസ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റും നമ്മളുടെ ഓവറോൾ അപ്പിയറൻസിൻ്റെ ആണെങ്കിലും ഒരു ട്രാൻസ്ഫോർമേഷനൊക്കെ. സോ ഇത്തരം കാര്യങ്ങളൊക്കെ, ഈ പറയുന്ന ഏതെങ്കിലും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളെ പിന്നോട്ട് വലിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ അതിൻ്റെ അകത്താണ് നിങ്ങൾ ആദ്യം വർക്ക് ചെയ്യേണ്ടത്. അതിനുശേഷം മാത്രമേ ട്രാൻസ്ഫോർമേഷന് വർക്ക് ചെയ്യാൻ പാടുള്ളൂ. ട്രാൻസ്ഫോർമേഷൻ എപ്പോഴും കുറച്ച് സമയം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. പക്ഷേ നമുക്ക് ഈ പറയുന്ന പോലെ ക്വാണ്ടിറ്റി വൈസ് അത് അളന്ന് നോക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ നമ്മളുടെ അത് കൂടുതൽ സമയത്തും ചില സമയത്ത് അത് സബ്ജക്റ്റീവായിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക ആദ്യമൊക്കെ. പിന്നീട് അത് വെയിറ്റ് ലോസ് ഒക്കെ നമ്മൾ ഇഞ്ച് ലോസ് ഒക്കെ ആയിരിക്കും ആദ്യം മനസ്സിലാവുക. ഇൻ KGസിലൊന്നും നമുക്ക് ചിലപ്പോൾ ആദ്യം ഡിഫറൻസ് മനസ്സിലാവില്ല. ഡ്രസ്സിലൊക്കെ ഒരു ചെറിയ ചേഞ്ച് അങ്ങനെയൊക്കെ ആയിരിക്കും മനസ്സിലാവുക, അല്ലെങ്കിൽ എനർജിയിൽ ഒരു ചേഞ്ച് അങ്ങനെയൊക്കെ ആയിരിക്കും ആദ്യം മനസ്സിലാവുക. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ കൂടി അത് കറക്റ്റ് ട്രാൻസ്ഫോർമേഷനിലേക്കുള്ളൊരു പാത്താണെന്ന് വിചാരിക്കുകയും അത് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യണം. ആ കൺസിസ്റ്റൻസി എപ്പോഴും പ്രധാനമാണ് എന്ന് നിങ്ങൾ ആലോചിക്കുകയും വേണം. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ടാറ്റാ, ബൈ, ലവ് യു.